എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള സംഭവങ്ങളിലൊന്ന്, കൊലപാതകങ്ങളിലൊന്ന്, അതാണിപ്പോൾ തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഭീകരത വിട്ടുമാറിയിട്ടില്ല. ആ ഒരു ഷോക്ക് എനിക്ക് വിട്ടുമാറിയിട്ടില്ല. സത്യം പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ ആ ഒരു ഷോക്കിലേക്ക് എത്തിച്ചൊരു കാര്യം എന്തെന്നാൽ, നമ്മൾ പല കൊലപാതകതകളും അല്ലെങ്കിൽ ഇതുപോലത്തെ വാർത്തകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് അഫാൻ എന്ന് പറയുന്ന നരാധമൻ 6 പേരെ ക്രൂരമായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവൻ്റെ ഉമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരികയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ കൂടെ അവൻ്റെ സ്വന്തം അനിയനെ കൊല്ലുന്നുണ്ടല്ലേ. അഫ്സാൻ എന്നാണ് അനിയൻ്റെ പേര്. 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു പാവം പയ്യനാണ്. അപ്പോൾ വാർത്തകളൊക്കെ വരുന്നത് ഈ അഫാന്, നരാധമന് അഫ്സാന് ഭയങ്കര ഇഷ്ടമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന ഈ അനിയനെ കൊന്നത് എങ്ങനെയാണെന്നറിയാവൂ. ജസ്റ്റ് കൊന്നു എന്നുള്ള വാർത്ത മാത്രമേ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തുള്ളൂ അല്ലേ. അതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നത്. അതായത് അഫ്സാൻ്റെ ഈ 13 വയസ്സുള്ള പയ്യൻ്റെ ബോഡി വീട്ടിൽ നിന്ന് ആംബുലൻസിലേക്ക് എടുത്ത ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ പയ്യൻ്റെ ഒരു കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുമായിരുന്നു. ആ കണ്ണ് അവിടെ ഇല്ലായിരുന്നു. ഒരു കണ്ണ് തുറന്നിരിപ്പുണ്ട്, മറ്റൊരു കണ്ണ് അവിടെ ഇല്ലായിരുന്നു. അതായത് ചുറ്റിക കൊണ്ടാണ് ഇവൻ എല്ലാവരും കൊല്ലുന്നതല്ലേ. ചുറ്റിക കൊണ്ട് ഈ പയ്യൻ്റെ കണ്ണിനിട്ട് വരെയാണ് അടിച്ചത്. ആ ചുറ്റിക കണ്ണിൻ്റെ ആ ഒരു ഐബോള് പൊട്ടിച്ച് അകത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൂടാതെ കൊച്ചു പയ്യൻ്റെ തല മൊത്തം ഒട്ടിച്ച് പൊളിക്കുന്നുണ്ട്. തലയിലൊക്കെ അതുപോലത്തെ കുഴികളായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥ. ഈ ഒരു സംഭവം എനിക്ക് തന്ന ഷോക്ക് സത്യം പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു സ്വന്തം അനിയനെയാണ് ഇമാതിരി പ്രവൃത്തി ഈ കൊടും ക്രിമിനൽ, ഈ അങ്ങനത്തെ ഒരുത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ വിവരങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ വരുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫാൻ്റെ ക്രൂരകൃത്യത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഈ 6 പേര് ആരൊക്കെയാണെന്നാണ്. ഒന്നാമത്തത് ഉമ്മയാണ്. ഉമ്മ എന്തോ ഭാഗ്യം കൊണ്ട് മരണപ്പെട്ടില്ല, ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. ആദ്യം ഗുരുതരാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ നില മെച്ചപ്പെട്ട് വരികയാണെന്നാണ് ഹോസ്പിറ്റൽ വൃത്തങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. ബാക്കി 5 പേരും വളരെ ദാരുണമായിട്ടാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ പലരുടെയും തലയോട്ടിയൊക്കെ പിളർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ചുറ്റിക വെച്ചാണ് തലയോട്ടി അടിക്കുന്നത് അല്ലേ. അങ്ങനെ തലയോട്ടി പൊട്ടിച്ചിറങ്ങുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അനിയൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ. എല്ലാവരുടെയും മുഖമൊക്കെ വളരെ വികൃതമായിരുന്നു. അപ്പോൾ ഈ 5 പേര് ആരൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, ഒന്നാമത്തത് സ്വന്തം അനിയനാണ്. രണ്ടാമത്തത് തൻ്റെ ബാപ്പയായിട്ടുള്ള അബ്ദുൾ റഹീം ഉണ്ട്. അബ്ദുൾ റഹീമിൻ്റെ അമ്മ, അതായത് ഈ അഫാൻ്റെ ഉമ്മുമ്മയായിട്ടുള്ള സൽമാ ബീവിയാണ്. ഏകദേശം 85 വയസ്സോളമാണ് സൽമാ ബീവിക്കുള്ളത്. 3 അഫാൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനയാണ്. 4 അഫാൻ്റെ ബാപ്പയുടെ സഹോദരനായിട്ടുള്ള ലത്തീഫാണ്. 5 ഈ ലത്തീഫിൻ്റെ ഭാര്യയായിട്ടുള്ള ഷാഹിദയാണ്. ഈ 5 പേരാണ് ഇപ്പോൾ ക്രൂരമായിട്ട് കൊന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, അതിൻ്റെ ആ ഒരു നാൾ വഴികൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരുപാട് വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളാണ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇനി വരാം. അതിനു മുമ്പ് ചെറുതായിട്ട് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയേണ്ടതുണ്ട്. വെഞ്ഞാറമൂടുള്ള പേരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീടുള്ളത്. പേരുമല ജംഗ്ഷനിൽ നിന്നും കുറച്ച് മീറ്ററുകൾ മാത്രം മാറി ഉള്ളിലായിട്ടാണ് ഇവരുടെ വീടുള്ളത്. സൽമാസ് എന്നാണ് ആ വീടിൻ്റെ പേര്. അപ്പോൾ ആ വീട്ടിൽ നിലവിലുള്ള ആരൊക്കെയാന്ന് നോക്കുവാണെങ്കിൽ, ഈ നരാധമനായിട്ടുള്ള അഫാൻ, അഫാൻ്റെ ഉമ്മയായിട്ടുള്ള ഷെമി, പിന്നെ അഫാൻ്റെ സഹോദരനായിട്ടുള്ള 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സാൻ എന്നോ ആണ് പേര്. അപ്പോൾ ഇനി 3 പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഇതിൽ ഉമ്മയുണ്ടല്ലോ, ഉമ്മയായിട്ടുള്ള ഷെമി എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസറിൽ തിരുവനന്തപുരത്തെ RCCയിലൊക്കെ ട്രീറ്റ്മെൻറ്റ് തേടിക്കൊണ്ടിരിക്കുന്ന, അത്രത്തോളം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, ഒരു കുടുംബമായിരുന്നു. ഇനി ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം മോശപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ്, അത്രത്തോളം കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 100 രൂപ പോലും എടുക്കാനില്ലാത്ത സാഹചര്യമായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഇനി പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം ഉണ്ടല്ലോ, അബ്ദുൾ റഹീമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതിലും കഷ്ടമാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നത്. ലാസ്റ്റായിട്ട് നാട്ടിൽ വന്നത് 7 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇദ്ദേഹം ഗൾഫിൽ പോകുമ്പോഴേക്കും അവിടെ എന്തോ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ഇദ്ദേഹം വലിയ കടക്കണിയിൽ കുടുങ്ങിയാണ്. ആര്? അഫാൻ്റെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം. 75 ലക്ഷത്തോളം കടമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ കടക്കണിയിലായി. അത് തീർക്കാനായിട്ട് അവിടെ നെട്ടോട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയെങ്കിലൊക്കെ അവിടെ കിടന്ന് മരുഭൂമിയിൽ കിടന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊലപാതകം, ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടും അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് സൗദി അറേബ്യയിൽ അദ്ദേഹം ഉള്ളത്
വിസ തീർന്നിരിക്കുകയാണ്. അതായത് വിസ കാലാവധി കഴിഞ്ഞ് അവിടെ അനധികൃതമായിട്ട് ഒളിച്ച് താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വിസ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. അതിന് വല്ല ഇന്ത്യൻ എംബസിയും കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അബ്ദുൾ റഹീം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കുടുംബത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. 75 ലക്ഷം കടം കുടുംബത്തിനുണ്ട്. ഇനി ഇവൻ്റെ കാര്യം, അതായത് അഫാൻ്റെ കാര്യമായിട്ട് പല മാധ്യമങ്ങളിലും പറയുന്നത് 23-ാമത്തെ വയസ്സിൽ ഇവന് 25 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ്. സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമല്ല, റിപ്പോർട്ടുകൾ വരുന്നതാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവർ ഇത്രത്തോളം കടം വരുന്നത് എങ്ങനെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ലഹരി വഴികളാണ് അതിലേക്ക് നയിച്ചത്. കാരണം ലഹരിക്ക് അടിമപ്പെട്ട് ആ സംഘങ്ങളിൽപ്പെട്ട് അങ്ങനെയാണ് വലിയ കടബാധ്യത വന്നതെന്നൊക്കെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെയൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുവാണെങ്കിൽ അത്രത്തോളം പരിതാപകരമാണ്, അത്രത്തോളം മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിതാവിന് അവിടെ 75 ലക്ഷം രൂപ കടം, അവിടെ അനധികൃതമായിട്ട് വിസ തീർന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇവനാണെങ്കിൽ ഇവിടെ കടവും മറ്റ് ലഹരിയുടെ ഉപയോഗമുണ്ടെന്നൊക്കെയാണ് DYSP കൺഫേം ചെയ്ത് പറയുന്ന കാര്യമാണ്. മറ്റ് മദ്യം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു തുടങ്ങി ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടുള്ളൊരു രേഖാചിത്രം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ഇവൻ്റെ വിദ്യാഭ്യാസം പറയുവാണെങ്കിൽ +2-ന് ശേഷം ഇവൻ BComോ മറ്റോ ഡിഗ്രിയോ പഠിക്കാനായിട്ട് എവിടെ പോയി ചേരുന്നുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അത് പാസ്സായിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നലെയാണ്, അതായത് തിങ്കളാഴ്ചയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ 11:30 കൂടിയിട്ടാണ്. 11:30 ഇവനും ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അനിയൻ സ്കൂളിൽ പോയിരിക്കുവാണല്ലോ. അവിടെ ഇവനും ഉമ്മയായിട്ടുള്ള ഷെമിയുമായിട്ട് ഒരു തർക്കമുണ്ടാകുകയാണ്. ഇവൻ ഭയങ്കര വയലൻ്റ് ആയിട്ട് പെരുമാറുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എപ്പോഴും പൈസ ചോദിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. നമ്മൾ പല സിനിമകളിലും പല സീരീസുകളിലും കാണുന്ന ഒരു ഇതിവൃത്തമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 1000 Babies ഇല്ലേ, അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു സെയിം സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു മകൻ ഇതുപോലെ തന്നെ അമ്മയുടെ പൈസ ചോദിച്ച് ഭയങ്കരമായിട്ട് വയലൻ്റ് ആകും. കാരണം ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആൾക്ക് പിന്നെ മനുഷ്യത്വമോ അമ്മയാണെന്നോ സഹോദരനാണെന്നോ എന്ന ചിന്തയില്ല. ഭയങ്കര വയലൻ്റ് ആയിട്ട് അമ്മയെ കൊല്ലുന്ന ഒരു രംഗം ആ സീരീസിലുണ്ടായിരുന്നല്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ 11:30 അവൻ്റെ വീട്ടിൽ, അതായത് ഈ ഒരു വീടുണ്ടല്ലോ സൽമാസ് എന്ന് പറയുന്ന വീട്ടിൽ, അവിടെ അമ്മയായിട്ട് ഒരു വാക്കേറ്റം ഉണ്ടാകുകയും ഇവൻ സ്വന്തം ഉമ്മയായിട്ടുള്ള ഷെമിയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ആക്രമിക്കുമ്പോഴേക്കും അപ്പോൾ കൊല്ലുന്നില്ല. ഇവൻ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ അമ്മയെ അടിച്ച് നിലത്തിടുകയാണ്. അതിനുശേഷം സ്വന്തം ഉമ്മയുടെ തന്നെ ഒരു ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് വരിഞ്ഞു മുറുക്കുകയാണ്. കഴുത്ത് വരിഞ്ഞു മുറുക്കി ഏകദേശം ബോധം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അവിടെ മരണപ്പെടുന്നില്ല. ഇവൻ എന്നിട്ട് ഉമ്മയെ കൊണ്ട ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഇവൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഇവൻ്റെ ബൈക്ക് എന്ന് പറയുന്ന ഒരു എക്സ്പൾസ് ആണ്. അതിൻ്റെ നമ്പർ KL 21Z 9116 എന്ന് പറയുന്ന ഒരു നീല എക്സ്പൾസ് വണ്ടിയുമുണ്ട്. അതും എടുത്തുകൊണ്ട് ഇവൻ പോവുകയാണ്. അപ്പോൾ ഒരു ബാഗും തൂക്കിയിട്ടാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവൻ അവിടുന്ന് നേരെ പോകുന്നത് ഈ വെഞ്ഞാറമൂടുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ്. അതായത് സ്വർണ്ണമൊക്കെ പണയം വയ്ക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമുണ്ടല്ലോ, അങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് ആ ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ഉടമയോട് പറയുകയാണ്, ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. ആ പൈസ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയുള്ളൂ, ഒരു ചുറ്റിക മേടിക്കാൻ പാകത്തിനുള്ള 200-300 രൂപയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് വേണം. ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് സ്വർണം പണയം വയ്ക്കാൻ കൊണ്ടുവരാം, അപ്പോൾ ബാക്കി പൈസ കൂടെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ചില്ലറ പൈസ മേടിച്ചിട്ട് ഇവൻ നേരെ തന്നെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ഹാർഡ്വെയർ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പൈസ കൊണ്ട് ഇവൻ ചുറ്റിക മേടിക്കുകയാണ്. ഇവിടെയും നമ്മൾക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്, സാമ്പത്തിക സ്ഥിതി. അതായത് ഒരു ചുറ്റിക മേടിക്കാൻ പോലുമുള്ള പൈസ എടുക്കാനായിട്ട് ഇവൻ്റെ കയ്യിലില്ല. അതായത് ആ ധനകാര്യ സ്ഥാപനത്തിൽ ചെന്ന് പൈസ കടം മേടിക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതല്ലേ. അങ്ങനെ ചുറ്റിക മേടിച്ച് താൻ പുറകിലൊരു ബാഗ് എടുത്തിട്ടുണ്ടല്ലോ, ആ ബാഗും ഇട്ട് ഇവൻ നേരെ പോയത് പാങ്ങോടുള്ള സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ്. പാങ്ങോടേക്ക് ഇവൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങനെ ഇവൻ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. ആ ബൈക്ക് ഓടിച്ച് അവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. ആ ബാഗും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബാഗിൽ ചുറ്റിക ഇട്ടുകൊണ്ടാണ് ഇവൻ നേരെ സ്വന്തം പിതാവിൻ്റെ ഉമ്മയായിട്ടുള്ള സൽമാ ബീവിയുടെ അടുത്തേക്ക് പോകുന്നത്. സൽമാ ബീവിയുടെ അടുത്ത് നിന്ന് ഇവൻ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അത്യാവശ്യമായിട്ട് പൈസ വേണം. അതായത് ഈ ലഹരിക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സിറ്റുവേഷനാണ് അത്യാവശ്യമായിട്ട് പൈസ വേണം. ലഹരി മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴേക്കും ഇവരെങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ. ഇവൻ നേരെ ഉമ്മുമ്മയുടെ വീട്ടിൽ പോയിട്ട് ഉമ്മുമ്മയുടെ പൈസയാണ് ആവശ്യപ്പെടുന്നത്. പൈസ ഇല്ലയെന്ന് പറയുകയാണ്. പൈസ ഇല്ലയെന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി തരാൻ പറയുകയാണ്. ഉമ്മുമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ പൈസ കൊടുക്കുന്നതാണ്. ഉമ്മുമ്മയ്ക്ക് ഇവനെ വളരെ ഇഷ്ടവുമാണ്. കാരണം ഇവനെന്നുള്ളത്, അതായത് ഈ ഉമ്മുമ്മയ്ക്ക് 11 മക്കളാണുള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇളയ ആളാണ് ഇവൻ്റെ ബാപ്പയായിട്ടുള്ള അബ്ദുൾ റഹീം. അപ്പോൾ ഏറ്റവും ഇളയ മകൻ്റെ മകനല്ലേ, അങ്ങനെ ഒരു പ്രത്യേക വാത്സല്യമൊക്കെ ഉമ്മുമ്മയ്ക്ക് ഇവനോടുണ്ടായിരുന്നു. ഇവൻ പൊതുവെ പെരുമാറ്റമൊക്കെ നല്ലൊരു വ്യക്തിയാണ്. ഇപ്പോൾ മാത്രമാണ് ഈ ഒരു വയലൻ്റായിട്ട് പെരുമാറുന്നത് അല്ലേ. അങ്ങനെ 1 വർഷം മുമ്പ് ഈ ഉമ്മുമ്മ കൈ കിടന്ന മോതിരം വരെ ഊരിക്കൊടുത്തതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും മാല ചോദിക്കുകയാണ്. മാല ചോദിച്ചപ്പോൾ പറയുകയാണ്, മോനെ തരാൻ പറ്റത്തില്ല, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ
അടക്കത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് അതിൽ നിന്ന് എടുക്കാനേ ഉള്ളൂ, അതിന് വേണ്ടിയിട്ടെങ്കിലും ഈ മാല എൻ്റെ കയ്യിൽ എനിക്ക് വേണം, അത് തരാൻ പറ്റത്തില്ല എന്ന് ഈ ഉമ്മൂമ്മ പറയുകയാണ്. ഈ സമയത്ത് അവൻ്റെ ഉള്ളിലുള്ള വയലൻസ് പതുക്കെ പുറത്തോട്ട് ചാടുകയായിരുന്നു. അതായത് ചുറ്റികയും കൊണ്ട് കരുതിക്കൂട്ടിയാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത്. ആ ചുറ്റിക എടുത്ത് 85, 88 അത്രത്തോളം വയസ്സുള്ള, അത്രത്തോളം വൃത്തിയായിട്ടുള്ള ആ സ്ത്രീയുടെ തലയോട്ടിക്ക് ശക്തിയായിട്ട് അടിക്കുകയാണ്. ഒന്നുമല്ല അടിച്ചത്, തുരുതുര അടിച്ച് ആ സ്ത്രീയുടെ തല പൊളിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീ അവിടെ അടുക്കള ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ മരണപ്പെട്ട് വീഴുകയാണ്. ഒരുപക്ഷെ അവിടെ തിരിഞ്ഞു നിൽക്കുമ്പോൾ വല്ലതും ആകാം. ഈ സൽമാ ബീവിയുടെ മൃതദേഹം കാണുന്നത് മറ്റൊരു മകളായിട്ടുള്ള മജിദയാണ്. മജിദ 5:30 വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതായത് 6 ദിവസങ്ങളിലായിട്ട് 6 പെൺമക്കൾ വന്ന് ഉമ്മയ്ക്ക് കൂട്ടുകിടക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് മജിദയാണ്. മജിദ വന്ന് നോക്കിയപ്പോഴേക്കും ഉമ്മ അവിടെ തലയിൽ നിന്ന് രക്തം വാർന്ന് കിടക്കുന്നു. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അടുക്കളയിൽ തെന്നി വീണ് തലയിടിച്ച് പൊട്ടിയതാണെന്നുള്ളതാണ്. പിന്നീട് വാർത്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അവിടുന്ന് നേരെ ബൈക്കും എടുത്ത് പോയത് ചുള്ളാളത്തുള്ള തൻ്റെ പിതാവിൻ്റെ ചേട്ടനായിട്ടുള്ള ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ്. ലത്തീഫും ഭാര്യയായിട്ടുള്ള ഷാഹിദയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ലത്തീഫിനും അത്യാവശ്യം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വയസ്സുള്ള വ്യക്തി തന്നെയാണ്. എന്തായാലും ലത്തീഫിൻ്റെ വീട്ടിൽ ചെന്നു. 14 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 14 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്തെന്നാൽ, മരണത്തിൻ്റെ ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ലത്തീഫ് കസേരയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു. തലയോട്ടിയൊക്കെ മൊത്തം ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു. അതായത് ലത്തീഫിനെ അവിടെ തല അടിച്ചു പൊളിക്കുമ്പോൾ കസേര ഇരുന്നിട്ടാണ് തല പൊളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭാര്യയായിട്ടുള്ള ഷാഹിദ അവിടെ അടുക്കളയിൽ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. അതായത് ഒരുപക്ഷെ ചായ ഉണ്ടാക്കാൻ പോയൊരു സാഹചര്യത്തിലായിരിക്കാം. നമ്മൾ മറ്റേ ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ കാണുന്ന ഒരു സാഹചര്യമില്ലേ, അതുപോലെ തന്നെയായിരുന്നു. അതായത് ഭർത്താവ് ഹാളിൽ കസേരയിലിരിക്കുന്നു. അത് ഭയങ്കര വിഷ്വലാണെന്നാണ് കണ്ടവർ പറയുന്നത്. തലയോട്ടിയൊക്കെ പൊട്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഭാര്യയും അതുപോലെ തന്നെ തലയിൽ മൊത്തം കുഴികളായിട്ട് അവിടെ അടുക്കളയിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അപ്പോൾ അവരെ രണ്ടുപേരെയും കൊല്ലുകയാണ്. ഏകദേശം 3:30 കൂടിയിട്ട് ഇവൻ അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയാണ്. ഇപ്പോൾ 3 കൊലപാതകം നടത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ബൈക്ക് ഓടിച്ച് പോയിട്ട് ഇവൻ തൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനെ വിളിക്കുകയാണ്. ഫർസാനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുക, ആ സൈഡിലോട്ട് ഇറങ്ങി നിൽക്കുക, ഞാൻ ബൈക്കുമായിട്ട് വരാം, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ ഫർസാന എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്, അല്ലാതെ മറ്റേതെങ്കിലും സെറ്റപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. രണ്ടുപേരും കല്യാണം കഴിക്കണം. ഫർസാന ഇവനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു, കല്യാണം കഴിക്കണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് ജീവിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇവൻ വിളിക്കുന്നത് പ്രകാരം ഫർസാന ഒരുങ്ങി അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഇവൻ ആ ബൈക്കിൽ ഫർസാനയും കൂട്ടി നേരെ ഇവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫർസാനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉമ്മ അബോധാവസ്ഥയിൽ മറ്റൊരു മുറിയിൽ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഫർസാനെ പലതും പറഞ്ഞ് ഇവൻ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ സാധാരണ ഇടയ്ക്കിടയ്ക്ക് വരുന്നതൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്തായാലും ഫർസാന അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്രൈം സീനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫർസാനയും ഇരിക്കുന്ന നിലയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവൻ ഇരുത്തിയിട്ട് വല്ല കുടിക്കാനെടുക്കാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പുറകിൽ നിന്ന് ഒന്ന് അടിച്ചതായിരിക്കാം. അത്ര ശക്തിയിലുള്ളൊരു അടിയായിരിക്കാം. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ് പോകാൻ പോലും ഇവർക്കൊന്നും പറ്റിയിട്ടുണ്ടാകത്തില്ല. മാത്രമല്ല ചുറ്റികയല്ല, അത്രയും ആഘാതത്തിലായിരിക്കാം. ഇനി ഫർസാനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്ന അത്രത്തോളം ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ഫർസാനയുടെ മുഖമാണ് ഇവൻ ഏറ്റവും വികൃതമാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. തലയോട്ടി മാത്രമല്ല, മുഖം അത്രത്തോളം വികൃതമായിരുന്നു. ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. മൊത്തം കണ്ണും തലയും ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. തലയുടെ ഒരു ഭാഗത്ത് T ഷേപ്പിലൊക്കെ കുഴികളുണ്ടായിരുന്നു. ഈ ചുറ്റി വെച്ചടിക്കുമ്പോൾ ഇത് പൊളർന്നാണ് അകത്തോട്ട് പോകുന്നതേ. ആ കുഴി, ആ ചുറ്റിയുടെ സൈഡിലത്തെ ആ സാധനം ഉണ്ടല്ലോ, അതാണ് അകത്തോട്ട് കയറി പോകുന്നത്. അതായത് ഫർസാനയുടെ മുഖം പോലും മനസ്സിലാകാത്ത രീതിയിൽ അത്രത്തോളം വികൃതമായിട്ട് എത്ര തവണ, അതായത് 10-20 തവണയാണ് അവൻ മുഖത്തും തലയ്ക്കും ഒക്കെ അടിച്ചടിച്ചടിച്ച് ഒരു പരുവമാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനീ കൊടും ക്രൂരത. ആ പാവം പെൺകുട്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അവൾ ചെയ്ത ആകെ തെറ്റെന്ന് പറഞ്ഞാൽ ഈ നരാധമനെ സ്നേഹിച്ചു എന്നുള്ളതാണ്, ഈ പിശാചിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അവൾ ഒരിക്കലും പറഞ്ഞില്ല ഈ ഗതിയായിരിക്കും തനിക്ക് വരുന്നതെന്ന്. പാവം പെൺകുട്ടി അങ്ങനെ അവളെ കൊല്ലുകയാണ്. അതിനുശേഷം ഇവൻ മറ്റേ മുറിയിൽ ഉമ്മയുണ്ടല്ലേ, ഉമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ്. ഉമ്മയും ക്രൂരമായിട്ട് തലക്കടിക്കുകയാണ്. പക്ഷേ ഈ ഫർസാനെയോ മറ്റ് വ്യക്തികളെയൊന്നും അടിച്ച പോലെയൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. ഉമ്മ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു എന്നാണ് ഇവൻ വിചാരിച്ചിട്ടുണ്ടാകുക. ഒരു പക്ഷേ അബോധാവസ്ഥയിലായിരിക്കുമല്ലോ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് 1-2 അടി മാത്രമേ കൊടുത്തുള്ളൂ. ഒരു തലയ്ക്കൊരു അടി ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇവിടെയുള്ള എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മറ്റൊരു കൊലപാതകം കഴിഞ്ഞു. ഉമ്മ മരണപ്പെട്ടിട്ടില്ല, ഉമ്മ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ 4 പേരെ കൊന്നു കഴിഞ്ഞല്ലേ. ഇനിയാണ് അനിയൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയമായി. കാരണം 4:30 ആ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അനിയൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയമായി. അപ്പോൾ ഇവൻ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അനിയൻ അവിടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട്, ബസ്സിനോ മറ്റോ വണ്ടിക്കോ ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു വരികയാണ്. അപ്പോൾ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഇവൻ പറയുകയാണ്, എടാ നമുക്ക് കുഴിമന്തി മേടിച്ച് ഇന്ന് കഴിച്ചാലോ എന്ന് പറയുകയാണ്. അങ്ങനെ ഇവൻ ബൈക്കും എടുത്ത് അനിയനെയും കയറ്റി തൊട്ടടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് അനിയനോട് പറയുകയാണ്, എടാ നീ ഓട്ടോയ്ക്ക് കയറിയിട്ട് മറ്റേ വെഞ്ഞാറമൂടുള്ള ഹോട്ടലിൽ പോയിട്ട്
പോയിട്ട് കുഴിമന്തി മേടിച്ചിട്ട് വാ, ഈ പൈസ നീ കൈവച്ചോ എന്നും പറഞ്ഞിട്ട് വരികയാണ്. എനിക്ക് വേറെന്തോ പണിയുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ബൈക്ക് കേടായെന്നായിരിക്കാം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അനിയനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താനായിട്ട് ഇവൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഉമ്മയെ കൊല്ലുന്നത് ഈ ഗ്യാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കാം. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ അനിയൻ തിരികെ ഓട്ടോയിൽ വന്നിറങ്ങിയാണ്. അങ്ങനെ അനിയൻ ഈ കുഴിമന്തിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് കയറിയ അനിയനെ ഇവൻ ക്രൂരമായിട്ട് കൊല്ലുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മൃഗീയമായിട്ടാണ് സ്വന്തം അനിയനെ കൊന്നിട്ടുണ്ടായിരുന്നത്. ഈ കണ്ണുണ്ടല്ലോ, ഒരു കണ്ണ് തുറന്നിരിക്കുന്നു, ഒരു കണ്ണ് കുഴിഞ്ഞകത്തോട്ട് ഇങ്ങനെ പോയി പൊട്ടിച്ചു തെറി. കാരണം ഐബോളാണ്, പെട്ടെന്ന് പൊട്ടുന്ന വസ്തുവാണല്ലോ, അത് പൊട്ടി അകത്തോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആംബുലൻസ് ഡ്രൈവർ പറയുന്ന കാര്യമുണ്ട്, ആ പെൺസുഹൃത്തിൻ്റെയോ മറ്റോ ഏതോ ഒരു ബോഡിയൊക്കെ എടുക്കുമ്പോഴേക്ക് തലയിൽ ഇങ്ങനെ പിടിക്കുമല്ലോ, താങ്ങുമല്ലോ, കൈ അകത്തോട്ട് പോകുമായിരുന്നു, തലയോട്ടിയുടെ അകത്തോട്ട് പോകുമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത്രയും മൃഗീയമായിട്ടാണ് കൊല്ലുന്നത്. അങ്ങനെ 5 കൊലപാതകങ്ങളും, അതായത് 6 പേരെ കൊല്ലാൻ ശ്രമിച്ചു, അതിൽ 5 പേരും ദാരുണമായിട്ട് മരണപ്പെടുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇവൻ അനിയനെ മാറ്റി നിർത്തി, പർപ്പസ്ഫുള്ളി എന്തിനു മാറ്റി നിർത്തി? ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം ഉമ്മയെ കൊന്നിട്ടുണ്ടാകുക കേട്ടോ. അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ അല്ലേ. എന്തായാലും ഇവൻ അനിയനെയും ക്രൂരമായിട്ട് കൊല്ലുകയാണ്. അപ്പോൾ ആ വീട്ടിൽ തലയോട് പൊട്ടിച്ചിതറിയ 2 മൃതദേഹങ്ങൾ, അതായത് കാമുകിയായിട്ടുള്ള ഫർസാനയുടെയും സ്വന്തം അനിയനായിട്ടുള്ള അഫ്സാൻ്റെയും മൃതദേഹം, അതുപോലെ തന്നെ ഉമ്മ തലയോട് പൊട്ടി ചോര വാർന്ന് അവിടെ മുറിയിൽ കിടക്കുന്നു, ജീവനുണ്ട്. അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് അവൻ ചെയ്ത കാര്യം എന്തെന്നാൽ, ഈ മേടിച്ചുകൊണ്ട് വന്ന കുഴിമന്തി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം ഇവൻ ആ വീട്ടിൽ വെച്ച് കഴിക്കുകയാണ്, എന്നിട്ട് കുളിക്കുകയാണ്. അതിനുശേഷം ഇവൻ ഉമ്മയുടെ ഫോണിൽ നിന്ന് ഒരു ഡ്രൈവറെ വിളിക്കുകയാണ്. ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ നമ്പർ അവിടെ സേവ്ഡ് ആയിരുന്നു. ചേട്ടാ ഒന്ന് വീട്ടിലേക്ക് വരാമോ, എൻ്റെ ബൈക്ക് കേടായി, എനിക്കൊന്ന് വർക്ക്ഷോപ്പിൽ എന്നെ ഒന്ന് ഇറക്കാവോ, അപ്പോൾ ആ മെക്കാനിക്കിനെ വിളിക്കാനെന്ന് പറയുകയാണ്. അങ്ങനെ ഓട്ടോ ഡ്രൈവർ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവൻ വീടിൻ്റെ പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ ഓട്ടോയിൽ കയറിയപ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് ഇവൻ ഫോണും കുത്തി പുറകിലിരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ ഓട്ടോയിൽ പോകുന്ന വഴി ഇവൻ ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ എന്നെ ആ പോലീസ് സ്റ്റേഷൻ്റെ, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി, അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും വേറെ ആൾ വരുമെന്ന്, മെക്കാനിക്ക് അങ്ങോട്ട് വരുമെന്ന് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക. എന്തായാലും ഓട്ടോക്കാരൻ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇവനെ വിട്ടുകൊടുക്കുകയാണ്. ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂളായിട്ട്, ഇവൻ്റെ ബൈക്കിൻ്റെ കീച്ചെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ മെക്കാനിക്കിൻ്റെ അവിടെ പോകുന്ന പോലെയല്ലേ, അപ്പോൾ താക്കോലൊക്കെ എടുത്തായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകുക. അതും കറക്കിക്കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് പറയുകയാണ്, ഞാൻ 6 പേരെ കൊന്നു, 3 പേര് മരിച്ചെന്ന് ഉറപ്പാണ്, ബാക്കി 3 പേര് ഇപ്പോൾ മരിക്കുമെന്ന് വളരെ കൂളായിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് പറയുകയാണ്. ആ പോലീസുകാരൻ കേട്ടിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അവർ അവിടെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പിച്ചും പെയ്യും. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്, ഏതോ ഒരു ഭ്രാന്തം കയറുമെന്ന് എന്തൊക്കെയോ പറയുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മേടിച്ച്, ലാസ്റ്റ് കോൾ ആരുടെയാണ്, ഓട്ടോ ഡ്രൈവറിൻ്റെ ആണല്ലേ. അപ്പോൾ പോലീസുകാർ ഓട്ടോ ഡ്രൈവറിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ വന്നവനെ അറിയോ, അഫാനെ അറിയുമോ? അപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്, ഇത് ആരുടെ നമ്പരാണെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുകയാണ്, ഇത് ഉമ്മയുടെ നമ്പരാണ്, അഫാൻ്റെ ഫോണല്ല, ഉമ്മയുടെ നമ്പരാണെന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും തന്നെ വെഞ്ഞാറമൂടിൻ്റെ പോലീസുകാർ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫോണിൽ വിളിച്ച പോലീസുകാരൻ പറഞ്ഞ അനുസരിച്ച് ഈ ഓട്ടോക്കാരനും വീട്ടിലെത്തുകയാണ്. ഓട്ടോക്കാരൻ വീട്ടിലെത്തുമ്പോഴേക്കും ആ മറ്റേ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ വന്ന പോലീസുകാർ പറഞ്ഞു, താനെന്താ ഇങ്ങോട്ട് വന്ന, ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു അവിടുത്തെ പോലീസുകാർ ഇപ്പോൾ ഫോണിലുണ്ട്, അവർ പറഞ്ഞ അനുസരിച്ചാണ് വന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ മേടിച്ച് ഈ അവിടെ ഉണ്ടായിരുന്ന പോലീസും സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരനും കൂടെ സംസാരിക്കുകയാണ്. അതിനുശേഷം ഇവർ ആ വീടിൻ്റെ കഥയൊക്കെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയാണ്. ഇവൻ പൂട്ടിയിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവിടെ കാണാൻ പറ്റിയ കാഴ്ച, 3 പേര് ജീവനറ്റ് കിടക്കുന്നു. അതിനകത്ത് 2 പേര് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു, മറ്റൊരാൾ അബോധാവസ്ഥയിൽ ചോര വാർന്ന് കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഉമ്മയ്ക്ക് മാത്രമായിരുന്നു ജീവൻ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവൻ പറയുന്ന അനുസരിച്ച് ഇത് 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ വെഞ്ഞാറമൂട് പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയാണ്, അടുത്ത സ്റ്റേഷനിലേക്ക് ഇവർ അറിയിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സ്റ്റേഷനിലുള്ള പോലീസുകാരും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അന്വേഷിക്കുകയാണ്. ഇവൻ പറയുന്നതെല്ലാം സത്യമാണ്. ആ ഒരു ഉമ്മുമ്മയുടെ വീട്ടിലും അതുപോലെ തന്നെ ലത്തീഫിൻ്റെ വീട്ടിലും എത്തി, അവിടെയും ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. അതായത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രൈമിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ കേസ് ഫയലാണ് അവിടെ ആരംഭിച്ചത്. ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ കൃത്യത്തിന് ശേഷം കുഴിമന്തിയൊക്കെ കഴിച്ച ശേഷം ഇവൻ അവിടെ ഉണ്ടായിരുന്ന എലിവിഷവും കഴിക്കുന്നുണ്ട്. ഇവൻ ആ പോലീസുകാരോട് പറയുന്നുണ്ട്, താൻ എലിവിഷം കഴിച്ചു, താനും മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എലിവിഷത്തിന് അത് കുറഞ്ഞ ഡോസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോലീസുകാർ എന്താ ചെയ്യുക, ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ അവിടുത്തെ ഉള്ള ഒരു ഗോകുലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവനെ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇവനിപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലാണുള്ളത്. ഹോസ്പിറ്റലിൽ മൊത്തം വയലൻ്റ് ആയിട്ട് പെരുമാറുന്നു. ആ ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടൊരു സാധനം കുത്തത്തില്ല, അതൊക്കെ പൊട്ടിച്ച് കളയുന്നു. മൊത്തം കൈവലങ്ങളൊക്കെ ഇട്ടാണ് അവനെ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും വയലൻ്റ് ആയിട്ട് പെരുമാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇവനെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ പോലീസുകാർക്ക് കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട്. നാളെ വരുന്ന കഥകൾ ഒരുപക്ഷെ വേറെ ആയിരിക്കാം. അപ്പോൾ നാളെ നിങ്ങൾ പറയരുത് നീ പറഞ്ഞ പോലെ ഒന്നും വല്ല കാര്യങ്ങളെന്നൊക്കെ. ഞാൻ ഇന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ നാളെ പുതിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ അത് വെച്ച് സംസാരിക്കുന്നതായിരിക്കും. എന്നാലും എന്തിനായിരിക്കും ഇവൻ ഈ ക്രൂരകൃത്യങ്ങൾ
കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരാൾക്ക് ഇവൻ പറയുന്ന പ്രശ്നങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. കടബാധിതയാണ്, ഈ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ലത്തീഫും ഭാര്യയും തൻ്റെ റിലേഷനിൽ ഇടപെടുന്നു, ഉമ്മുമ്മ പൈസ തരുന്നില്ല. ഇതൊന്നും ഒരു കാര്യമാണോ ഒരു കൊലപാതകത്തിനല്ല. മറ്റൊന്നുമല്ല, ഞാൻ സംശയിക്കുന്നത് കടുത്ത ലഹരി ഉപയോഗമാണ്. സിന്തറ്റിക് ലഹരി എന്നുള്ളത് നമ്മളുടെ ബ്രെയിനെ നശിപ്പിക്കും, ബ്രെയിനിൻ്റെ ഘടനയെ നശിപ്പിക്കും, നമ്മളെ ഒരു നീചനാക്കിയിട്ട്, ഒരു പിശാചാക്കിയിട്ട്, ഒരു സൈക്കോപാത്തിനെ പോലെ പെരുമാറാൻ അങ്ങനെ മാറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു സിന്തറ്റിക് ലഹരി എന്നുള്ളത്. MDMA പോലുള്ള ലഹരി എന്നുള്ളതല്ലേ. ഒരുപക്ഷെ അവൻ അങ്ങനത്തെ ഒരു പാതയിലായിരിക്കാം. ഇവൻ്റെ ലഹരി ഉപയോഗം സ്ഥിരീകരിച്ചതായിട്ട് അവിടുത്തെ DYSP തന്നെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏത് ലഹരിയാണ്, എത്രത്തോളം തോതിലാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇവൻ പോലീസുകാരോട് പറയുന്നത് താൻ മദ്യമല്ലാതെ മറ്റൊരു ലഹരി വസ്തുവൊന്നും ഉപയോഗിക്കത്തില്ല എന്നൊക്കെയാണ്. അങ്ങനെ ലഹരിയൊന്നും ഉപയോഗിക്കാതെ ഒരു സാധാരണപ്പെട്ട ഒരു പയ്യൻ എങ്ങനെയാണ് സ്വന്തം ഉമ്മയും സഹോദരനെയും മറ്റുള്ളവരെയൊക്കെ ക്രൂരമായിട്ട് കൊല്ലാൻ കഴിയുക? എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വരട്ടെ, അന്വേഷണങ്ങൾ നടത്തട്ടെ, അവനെ ചോദ്യം ചെയ്യട്ടെ. പക്ഷേ ഞാനിവിടെ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഇവനൊക്കെ ചോദ്യം ചെയ്ത് ജയിലടച്ചിട്ട് എന്തിനാണ്? തീറ്റിപ്പോറ്റാനോ? 3 നേരം മറ്റേ ബിരിയാണി അടക്കമുള്ള ഭക്ഷണം കിട്ടി ജയിലിൽ ഇങ്ങനെ കിടന്ന് തിന്നു കൊഴുത്ത് സുഖമായിട്ട് ഇവന് ജീവിക്കാം. ഇവനൊക്കെ മൊത്തം മൊഴിയെടുക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. കാരണം നമുക്ക് എന്തിനാണ് ഇവൻ ചെയ്തത് ആ ഒരു സ്റ്റോറിയൊക്കെ അറിയേണ്ടതുണ്ടല്ലേ. എന്നിട്ടൊരു കഥയുണ്ടാക്കിയിട്ട് ഇവനെയൊക്കെ എൻകൗണ്ടർ ചെയ്ത് തട്ടുക. ആരെങ്കിലും അതിന് എതിര് പറയുമോ? ഇല്ല. എല്ലാവരും സപ്പോർട്ടായിരിക്കും ആ ഒരു കാര്യത്തിനല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള നരാധമന്മാരെ തീറ്റിപ്പോറ്റേണ്ട ഒരു ഗതികേട് നമുക്ക് എന്തിനാണ്? അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ മദ്യം കുടിക്കേണ്ട, സിഗരറ്റ് വലിക്കേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ MDMA പോലുള്ള നമ്മളുടെ ബ്രെയിനിൻ്റെ ഘടനയെ തന്നെ മാറ്റാൻ ശേഷിയുള്ള സിന്തറ്റിക് ലഹരി പോലുള്ള സാധനത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് ഭയങ്കര പ്രശ്നമാണ്. കൊക്കെയിൻ, കെറ്റാമൈൻ, അതുപോലെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. അത് നിങ്ങളെ വലിയൊരു പിശാചാക്കി, ചെകുത്താനാക്കി മാറ്റും. ഒരു സ്വന്തം അമ്മയെപ്പോലും റേപ്പ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ കൊല്ലാൻ പോലും പാകത്തിനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്കതാക്കിത്തരും. അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക കംപ്ലീറ്റ് ആയിട്ട്. ബാക്കി നിങ്ങൾ മദ്യവും സിഗരറ്റൊന്നും അങ്ങനെയൊന്നും ആക്കൂല. അത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ മദ്യമൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന എന്തോരം വിദേശ രാജ്യങ്ങൾ എന്തോരം പേര് ഉപയോഗിക്കുന്നു. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളിലേക്കൊന്നും പോകില്ല. പക്ഷേ MDMA പോലുള്ള സാധനങ്ങൾ അത്രത്തോളം അഡിക്റ്റീവാണ്. അത് അത്രത്തോളം നമ്മളുടെ ബ്രെയിനെ പതുക്കെ നശിപ്പിച്ച് ഈ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിക്കും. മനുഷ്യത്വമോ സഹാനുഭൂതി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഈ അഫാൻ മൊത്തത്തിൽ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് അഫാൻ ആരാണെന്നും ഈ കൊലപാതകങ്ങളൊക്കെ എങ്ങനെ നടത്തിയെന്നും അതിൻ്റെ ആ ഒരു ടൈം ലൈനും എവിടെയൊക്കെയാണ് നടന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും സത്യം പറഞ്ഞാൽ വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. വേറൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.